ഹലോ, ആദി സ്പെസിഫിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിൽ നിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോണാക്കലിൽ തന്നെയാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, അതായത് നമ്മളെ സ്കിൻ കെയർ ഓയിലിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ റോണാക്കലിലെ ഡോഗ്സിനെ നമ്മൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നോക്കിയാലേ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോസ്കോ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ലീഫ് ടോപ്പിൽ വന്ന ഡോഗാണ്. നമ്മുടെ എനിക്കത് ചലഞ്ച് ചെയ്തിട്ട് കുടി ഇറക്കിയിട്ടുള്ള ഒരു ഡോഗാണ്. അപ്പൊ ഇന്ന് നമ്മൾ റോസ്കോയുടെ വിശേഷങ്ങളാണ് ആദ്യം പറയുന്നത്. നമ്മുടെ കിണലിന്റെ പേരെന്ന് പറഞ്ഞാൽ റോണ കിണലിനാണ്. അപ്പോൾ കണ്ണൂരാണ് ഉള്ളത്. അപ്പൊ കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കിൻ കെയർ ഓയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പൊ അത് കാണാത്തവര് പോയി ഒന്ന് കാണുക. ഓക്കെ, നമ്മുടെ ലിങ്ക് താഴെ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചേട്ടന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ചേട്ടന്റെ പേര് പിന്നെ എന്റെ പേര് രതീഷ്, കണ്ണൂർ ജില്ലയില് തളിപ്പറമ്പാണ് സ്ഥലം. പിന്നെ ഒരു ചെറിയ കെണ്ണലും പിന്നെ അതുകൂടെ ഒരു ഡോഗിന്റെ ഒരു പ്രൊഡക്റ്റ്, സ്കിൻ കെയർ ഓയിലിന്റെ ഒരു പ്രൊഡക്റ്റും കൂടി ചെയ്യുന്നുണ്ട്. അത് ഏത് ആനിമൽസ് ഓൾ ബ്രീഡ് ചെയ്യാം. അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ഈ മാറിയിരിക്കുന്നതെന്ന് ഡോഗ് കടിക്കുന്ന ഡോഗാണ്. അതായത് അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡറിൽ കടിച്ചിട്ടുള്ള ഡോഗാണ്. അതാണ് ലീഫ് ടോക്സ് വരാൻ കാരണം. ഇറക്കി ചലഞ്ചൊക്കെ കൊടുത്തിട്ട് ഇറക്കി അങ്ങനെയുള്ള ഡോഗാണ്. ലൈൻസ് ഒക്കെ എന്ന് പറഞ്ഞു. ഇവന്റത് ഇന്ത്യൻ ചാമ്പ്യൻ സോങ്സ് മാർക്ക് പുള്ളിയാണ് ഇവന്റെ അച്ഛൻ ഹാർലി. ഹാർലിയുടെ കുട്ടിയാണ്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ഡോഗാണ് ഹാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ എന്റെ നാട്ടിലുണ്ടത്. ഓക്കെ, ഇപ്പൊ അവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ സൗത്തില് ഒരുപാടുണ്ട്, ഇഷ്ടംപോലുണ്ട് കുഞ്ഞുങ്ങൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു 6-7 വയസ്സാണ്ടായിട്ടുണ്ടോ. ചാമ്പ്യനാണ് മാർക്കോ പോളി, എല്ലാവർക്കും അറിയാവുന്നതാണ്. സൗത്തില് നല്ല രീതിയിൽ പപ്പീസ് ഉള്ള, അല്ലെങ്കിൽ അവന്റെ മക്കള് കൊച്ചുമക്കള് ആ ലൈൻസിലുള്ള ഒരുപാട് ഒരു വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് മാർക്കോ പോളി. അപ്പൊ അതിന്റെ കുട്ടിയാണ് റോസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം റോസ്കോയ്ക്ക് വന്നിട്ടുണ്ട്. ലോങ് കോട്ട് ഡോഗാണ്. ഈ ഒരു കാലാവസ്ഥയില് ഒരു പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ചൂടാ. ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് ആളെന്ന് കൂടാ കേട്ടോ. മുമ്പ് ഭയങ്കര ടെമ്പറും കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ കഴിക്കുവേ. അങ്ങനത്തെ ഒരു ഡോഗാണ്. ഓൾറെഡി ആള് തെളിയിച്ചിട്ടുള്ളതാണ്. അത് പിന്നെ കേജിനടുത്ത് പോയി ഒരു ശ്രദ്ധക്കുറവ് എന്ന് പറയാം, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഇവനൊരു പുറത്തേക്ക് ഹെഡ് ഇടാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ ബൈറ്റ് ചെയ്ത് ഷോൾഡറിൽ കിട്ടിയത്. നല്ല ബൈറ്റ് ആയിരുന്നു. ഒരു 4 പല്ലിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടത്തെ ഇപ്പൊ ഒരു കാലാവസ്ഥയിൽ മെയിൻ റെഗുലർ ബ്രഷിംഗ് ഉണ്ട്. പിന്നെ അത് കൂടാതെ എന്താണ്, ഈ ചൂട് സമയത്ത് ചിക്കൻ പരമാവധി ഒഴിവാക്കിയിട്ട് തൈര് അങ്ങനെയുള്ള ഫുഡാണ്, പച്ചക്കറി കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള ഇതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഹ്യൂമൻ അഗ്രഷൻ മാത്രമേ ഉള്ളൂ, ആനിമൽ അഗ്രഷൻ ഇല്ല. അതെന്ന് വെച്ചാല് കൂടെ ഡോഗ്സ് ഉള്ളത് കൊണ്ടാണോ ഇനി അങ്ങനെ വന്നതെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആള് കൂട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ടെമ്പറാ. പുറത്തിറങ്ങി കഴിഞ്ഞാല് ഞാനും അല്ലെങ്കിൽ എന്റെ മരുമകൻ അബി, ഇവൻ മേറ്റിംഗ് ടൈം ഫീമെയിലിന്റെ ഓണറൊന്നും അടുപ്പിക്കാറില്ല. ഓണർ പറ്റൂല, ഞാൻ മാത്രമേ പറ്റൂ മേറ്റിംഗ്. ഞാനും അല്ലെങ്കിൽ അബി, അവൻ കൂട്ടുന്ന ഇറക്കി തരും. ബാക്കി മേറ്റിങ്ങും ഇതെല്ലാം ഞാനാണ് ചെയ്യിക്കുക. ആ സമയത്ത് ഇവന് ഉദ്ദേശിച്ച ടൈമിൽ മൗണ്ട് ചെയ്ത് ലോക്കാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ ഫ്രസ്ട്രേഷൻ ഫീമെയിലിന്റെ ഓണറോട് കാണിക്കും. അത് മാത്രല്ല, പിന്നെ മേറ്റിംഗ് ടൈമിൽ ഫീമെയിൽ വില്ലിങ് അല്ലെങ്കിലും പഠിക്കൂല. ഇവൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കൂളാകുന്നവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഞാൻ അവിടെ പോയി ഇരുന്ന് സെറ്റാണെങ്കിൽ മാത്രമേ അവൻ കയറൂ, ചാടും. കൊച്ചിലെ മുതലല്ല, ഒരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. മദർ ഷോർട്ട് കട്ടാണ്. പിന്നെ ഇവിടെ മദറും കുറച്ച് ടെമ്പറുള്ളൊരു ഫീമെയിൽ ആയിരുന്നു. പിന്നെ ഇവിടെ കുട്ടികളെ അതിന്റെ സണ്ണ് ചിലപ്പോൾ ഇച്ചിരി അപ്പോ ഇവന്റെ സ്റ്റഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ, റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇവനിപ്പോ ഞാൻ ചെയ്യിക്കുന്നത് 2 പപ്പിയും എന്നുള്ള രീതിയിൽ മാത്രമാണ്. ക്യാഷ് മാറ്റിങ് വിത്ത് കേസി വരികയാണെങ്കിൽ മാത്രം ക്യാഷ് മാറ്റിങ് ചെയ്തു.
ഓക്കെ ഓക്കെ. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും അധികം ഇല്ല, നമ്മളിവിടെ വിത്ത് കേസ് നല്ല ഹെയർ ബ്രീഡ് ഒന്നും ഇല്ല. നല്ല ഒരു ആവറേജ് ഫീമെയിൽസ് ആണ് ബ്രീഡിലുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ റോസ്കോ അല്ലേ? റോസ്കോയുടെ വിശേഷങ്ങൾ. എത്ര വയസ്സുണ്ട് ഇവന്? 2.5 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സ് കഴിഞ്ഞു. നമ്മള് കാണിക്കാൻ പോകുന്ന റോണാക്കലിലെ രണ്ടാമത്തെ അംഗമാണ്. അവന്റെ പേരെന്താ? എന്റെ പേര് മേജർ. മേജർ. ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ട്? ഇവന് 20 മാസം. 20 മാസം പ്രായമുണ്ട്. ഓക്കെ ഓക്കെ. മെയിലാണ്. ഇവൻ ലൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവൻ വിത്തൗട്ട് ആണ്. നമുക്ക് ഫാദർ മുതലൊക്കെ അറിയാലോ. ഓക്കെ ഓക്കെ. ഇവിടെ തന്നെ ഉണ്ടായതാണോ? അല്ല, ഇവനെ പുറത്തുനിന്ന് എടുത്തതാണ്. ലാബിന് സെറ്റ്മെയിലായിട്ട് എടുത്തതാണ്. ഓക്കെ. അപ്പൊ അതിന് മുമ്പ് നമ്മൾ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബി എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മരുമോനാണ്. ഓക്കെ. അപ്പൊ അബിയാണ് റോസ്കോയെ കാര്യങ്ങളെല്ലാം എല്ലാരും നോക്കുന്ന കുറച്ചൊക്കെ അല്ലേ? ഓക്കെ. ഇവനായിട്ടാണ് കുറച്ചും കൂടി മിങ്കിള് കൂടുതൽ. പറഞ്ഞ പേരൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ പറഞ്ഞു. സയൻസ് അല്ലേ? ഹ്യൂമാനിറ്റീസ് ആണ് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇവന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇവൻ നല്ലൊരു ലവബിളായിട്ടുള്ള ഡോഗാണ്. നല്ല ഡോഗാണ് അല്ലേ? ഇവന് അത്യാവശ്യം നല്ല നമ്മളോട്ട് നല്ല പ്രൊഡ്യൂസറാണ്. നല്ല ഹെഡ് ടൈപ്പ് ഒക്കെ ഉള്ള ഡോഗാണ്. അതുപോലെ തന്നെ ആള് നല്ല ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഉള്ള വലിയ സൈസ് ഒന്നും അല്ല. നല്ല ഒതുങ്ങിയൊരു നല്ലൊരു ഡോഗ്. ഓക്കെ. ആള് നല്ല ഒരു പ്ലേഫുൾ മൈൻഡ് ഉള്ള ഡോഗാണ്. നമുക്ക് എങ്ങനെ ഇവനെ ഹാൻഡിൽ ചെയ്യാം, ഒരു പ്രശ്നവും ഇതുവരെ എന്താ പറയാ ലീഷ് ഇട്ടില്ല. ഈ ടൈമിലാണ് ഞാൻ ലീഷ് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ മീറ്റിംഗ് ടൈമിലായാലും ഫ്രീ ആയിട്ട് വിട്ടിട്ട് മീറ്റ് ചെയ്യുന്നു. അത്രയ്ക്ക് നല്ലൊരു ഡോഗാണ്. നമ്മുടെ കൂടെ തന്നെ നിന്നോളൂ. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ. എത്ര വയസ്സുണ്ടായിരുന്നു ഇവന്? 20 മാസം. 20 മാസം. അതായത് 2 വയസ്സ്. 2 വയസ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ആള് ചെറുതിലെ എത്ര പ്രായത്തിലെടുത്ത? ഞാൻ ഇവനെ 40-ാം ദിവസം 43 മാസം ആള് എന്നിട്ട് കൊണ്ടുവരുമ്പോ ചെറിയ സ്കിന്നില് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ നിർത്തി. അപ്പൊ എന്തായാലും കണ്ടപ്പോ എനിക്ക് കയറി വരും തോന്നിയോണ്ട് അങ്ങനെ നിർത്തിയതാ. നല്ല തിക്ക് ടൈലാണ്. ഷോർട്ട് കൂടെ ആഡ് ചെയ്തോളാം. തിക്ക് ടൈലാണ്. ഹെഡാണ്. അദ്ദേഹം നല്ല രീതിയിൽ സ്റ്റഡ് എടുത്തോണ്ടിരിക്കുന്ന മെയിലാണ്. റോണാക്കരല്ലേ ഏറ്റവും മുതിർന്ന ആള്. പേരെന്താ? പേര് മാളു അല്ലേ? ഓക്കെ ഓക്കെ. നമ്മള് മെയിൻ ആയിട്ട് ഇവിടെ സ്കിൻ കെയർ ഓയിൽ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് വന്നതാണ്. ലാസ്റ്റയുടെ ഇതിലൂടെ ആഡ് ചെയ്തതാണ്. അപ്പോഴാണ് ഡോഗ്സിനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുക. കാരണം നല്ല ഡോഗ്സ് ആണ് അത്യാവശ്യം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവള് 6 വയസ്സുണ്ട്. പേര് മാളു. അങ്ങനെ പേരിടാൻ കാരണം അത് എന്താ പറയാ, നമ്മളെ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ എടുത്ത ഒരു പെട്ടെന്നുള്ള താല്പര്യം കൊണ്ട് പെറ്റാണ്. എത്ര ബ്രീഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ 3 ലിറ്റർ എടുത്തു. അന്ന് പോലെ പിന്നെ ഇവിടെ ആണ് നമ്മളിവിടെ പെറ്റായിട്ട് ആളുടെ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ വളരെ കൂളാണ്. ആള് വളരെ ഫ്രണ്ട്ലിയാണ്. ഏറ്റവും സ്പെഷ്യാലിറ്റി ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് ഈ വേനത്തിരുത്താൻ പറ്റത്തില്ല. കാരണം ചൂട് നല്ല ഉച്ച ടൈമാണ്. ചൂട് കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന കളർ ബ്ലാക്ക് ആണ്. ഓക്കെ. ഡാർക്ക് കളർ മാക്സിമം അബ്സോർബ് ചെയ്യുക. അപ്പം ആളുടെ ദേഹത്ത് ചൂട് കൂടും സാധാരണ ഡോഗ്സ് ചെയ്യുന്നു. അപ്പൊ ഈ കറുത്ത ഡോഗിനൊക്കെ ചൂട് സഹിക്കാൻ ഇച്ചിരി പാടുപെടും. അപ്പൊ ഇവൾക്ക് ഈ ചൂട് സമയത്തൊക്കെ എല്ലാ ഡോഗ്സിനും തൈരും കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇവിടെ ഫീഡ് ചെയ്യുന്നില്ലല്ലോ? ഒഴിവാക്കിയതാണ്. ഓക്കെ ഓക്കെ. ആള് നല്ലൊരു ഗാർഡോ കൂടിയാണ്. അലേർട്ടാണ്. വന്നു കഴിഞ്ഞാൽ കുറയ്ക്കും. നല്ല കമ്പാനിയിലും കോമ്പാക്ട് ടൈപ്പാണ്. അതായത് ഷോർട്ട് ടൈപ്പാണ്. വലിയ സൈസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മളൊരു സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ലാബ്രഡോർ ആണ് മാളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുടെ പപ്പീസ് ഒക്കെ ഇപ്പം എവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് ഒരു 3 കൊറോണക്ക് മുന്നേ ഞാൻ ബ്രീഡിങ് ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ അത്യാവശ്യം വലുതായി കാണാം. ബ്ലാക്ക് കളർ പപ്പീസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ കളറും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. അത് ഏത് മെയിലായിരുന്നു യൂസ് ചെയ്തത്? അത് പിന്നെ ചെറുത്തൂർ നമ്മളെ ജയശേഖരന്റെ അടുത്ത്. അറിയാം, മനസ്സിലായി. അപ്പൊ ഇത് എന്നിട്ട് നമ്മുടെ മെയിലോട്ട് യൂസ് ചെയ്തിട്ടില്ല? ഇല്ല, ഞാൻ എന്നെ ഇതിനെ കൊണ്ട് ചെയ്യിച്ചില്ല. ഇനിയിപ്പോ ചെയ്യിക്കണോ വേണ്ട, അതാണ് ഞാൻ ഒഴിവാക്കാനുള്ള കാരണം. ഇത്ര പ്രായമായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം റിസ്ക് എടുക്കുന്നില്ല. കാരണം ഇത്രയും ബ്രീഡ് ചെയ്ത് നമ്മള് പപ്പീസിനെ 3 ലിറ്റർ നമുക്ക് തന്നു. ഇനിയിപ്പോ നമ്മുടെ കൂടെ നിക്കട്ടെ എന്നുള്ള രീതിയിലല്ലേ ആളു അല്ലേ? എന്റെ വന്നപ്പോ ഭയങ്കര ഫയറിംഗ് ആണ്. റോസ്കോയുടെ കൂടെ ചേർന്നിട്ട് റോസ്കോ കുറയ്ക്കുന്ന സമയത്ത് 3 പേരുടെ ബാക്കി 3 പേരുടെ കൂടെ അങ്ങ് കുറയ്ക്കും. അങ്ങനെയാണ് ഇവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമ്മള് അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മള് ചോദിക്കോ കടിക്കുന്ന വിചാരിക്കും ലാബ്. അപ്പൊ കടിക്കും. പക്ഷെ അങ്ങനെ ഇല്ല, കുടിക്കണമെന്നുള്ള പ്രശ്നം മാത്രമേ. അപ്പൊ റോണക്കലിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പൊ ചേട്ടൻ വേറെ എന്തെങ്കിലും പറയണ്ടോ?
വേറൊന്നും ഇല്ലല്ലോ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണുക. ഫിംഗർ ഓയിലിന്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പശു അവിടെ ഏത് ജീവിയാണ്, ഏത് അനിമലിലായാലും ഇപ്പൊ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ, സ്കിന്ന് ഡ്രൈ ആയിട്ടോ, ഇച്ചിരി വെളിയാണല്ലേ ആള്, ഇച്ചിരി ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ സ്കിന്ന് പൊട്ടുവോ എന്തെങ്കിലും അസുഖങ്ങളോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ റോണ സ്കിൻ കെയർ അപ്ലൈ ചെയ്താൽ മതി. എല്ലാ മാർക്കറ്റിൽ എല്ലാ പെറ്റ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് സർട്ടിഫൈഡ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നമുക്ക് അടുത്ത വീഡിയോ